ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം, ആരാധനയ്ക്ക് ശേഷം കൈസാര സമിതിയുടെ റിട്രീറ്റും സംഘടന ഭാരവാഹികൾ ഒന്നിച്ചുള്ള റിട്രീറ്റ് ക്രമീകരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാവുന്നു. ഇവിടെ ദീർഘമായി ഇനി ആമുഖമായി ഒന്നും തന്നെ പറയാതെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയ ഭാഗമായി സഭ നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയുകയുണ്ട് ഉണർന്നിരുന്നു. കടന്നു വരുന്ന യാമം ഇത് ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആകും. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോട് കൂടെ തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോട് കൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രാർത്ഥിക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയന്മാരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ ഒരുങ്ങിടാം. തന്റെ വിശുദ്ധിയെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ അവിടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായി സ്തോത്രം. ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസം കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ചേർന്ന് അതിനെ ആരാധിപ്പാൻ അവിടെ ഞങ്ങളെ അനുവദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അനേകം പേർക്ക് കർത്താവെ ഇങ്ങനെ ഒരു അവസരം ലഭിക്കാതെ ഇരുന്നപ്പോൾ, അനേകം പേർ ഇന്നലെ രാത്രിയിൽ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ബലഹീനരാകുന്ന പാപികളും ദോഷികളും പൊടികളുമായിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവെ ഇന്ന് വിശുദ്ധ ദിവസം നിന്നെ ആരാധിപ്പാൻ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വന്ന് കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ എന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും അംശമായി തീരുവാൻ അവിടെ ഞങ്ങളെ അനുവദിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ അല്പസമയം വചനത്തിന് മുമ്പിൽ ഇരിക്കട്ടെ കർത്താവെ. നീ വാസ്തവമായിട്ട് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എഴുതിയിരിക്കുന്ന ആത്മാവിൽ കർത്താവെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് അടിയന് നൽകണമേ കർത്താവെ. ഈ ജനത്തെ അവിടുന്ന് വാഴ്ത്തണമേ. അടിയന്റെ ഹൃദയത്തിലെ ധ്യാനവും നിന്റെ മക്കളുടെ മനസ്സിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. വചനം ഞങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രമെല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, ജാഗരൂകരാകേണ്ട ശിഷ്യർ എന്നുള്ളതാണ് ഇന്ന് സഭ ചിന്തിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ, നിങ്ങൾ ഇടയ്ക്കൊക്കെ പറയണം, നല്ല മഴ 3-4 ദിവസം നല്ല മഴയൊക്കെ കഴിഞ്ഞ് ഇന്നൊന്ന് ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ഫാന്റെ കാറ്റൊക്കെ ഇരിക്കുമ്പോൾ എന്താ സാധിക്കും, പെട്ടെന്ന് കണ്ണൊക്കെ അടയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചിലർക്ക് അച്ഛന്മാരെ കാണുമ്പോഴേ ഉറങ്ങും. ഞങ്ങളുടെ സെമിനാരിൽ പഠിപ്പിക്കുന്ന അച്ഛന്മാർ, പേരൊന്നും പറഞ്ഞില്ല, അച്ഛന്റെ ക്ലാസ് തുടങ്ങുമ്പോഴേ ഞങ്ങൾക്ക് 4-5 പേർക്ക് നല്ല ഉറങ്ങും അച്ഛനെ കാണുമ്പോഴേ. നല്ല ശാന്തമായിട്ട് ദേവാലയത്തിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അല്ലേ, കത്തീഡ്രൽ ഇസ് നത്തിങ് ബട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വൂംബ് എന്നാണ് പറയുന്നത്. ഒരു കത്തീഡ്രൽ മറ്റൊന്നുമല്ല, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ തുടർച്ചയാണ് എന്ന്. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ എല്ലാ കുഞ്ഞ് എപ്പോഴും ഉറക്കോ സുരക്ഷിതമായിട്ട് അവൻ ഉറങ്ങിയിരിക്കുക എന്ന് പറയുന്ന പോലെയാണോ? അതെ, തീർച്ചയായിട്ടും. സുരക്ഷിതമായിട്ടിരിക്കുമ്പോൾ കണ്ണൊക്കെ അടഞ്ഞുവാൻ സാധ്യതയുണ്ട്. എന്റെ മുമ്പിൽ വാച്ചുണ്ട്. നിങ്ങൾ 5 മിനിറ്റ് ക്ലോക്ക് മുന്നോട്ട് അച്ഛന്മാരെ ഓർപ്പിക്കാൻ വേണ്ടി അത് 5 മിനിറ്റ് മുന്നോട്ട് ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. എന്റെ മുമ്പിൽ വാച്ചുണ്ട്. പെട്ടെന്ന് നിർത്തേണ്ടത് നിങ്ങളെക്കാട്ടിൽ കൂടുതൽ ആവശ്യം എനിക്കുണ്ട്. കാരണം എന്റെ ഒരു അയൽവാസി, നമ്മുടെ കണ്ണങ്കോട് ഇടവാന്ന് ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു അങ്കിൾ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ മാറ്റപ്പെട്ടു.
ഉച്ചയ്ക്ക് ആ ഫ്യൂണറൽ സംബന്ധിക്കണം. 4 മണിക്ക് എന്റെ പെങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയുടെ അനിയത്തിന്റെ കുഞ്ഞിന്റെ മാമോദിസ. അപ്പൊ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ ഇന്നത്തെ ദിവസം അർജൻസി ഉള്ളത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായ പ്രസംഗം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാച്ച് എന്റെ മുമ്പിലുണ്ട്. അച്ഛൻ എന്നോട് സമയമൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിലുള്ള ഒരു വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിച്ചാൽ ഇനി വഴി പോയാൽ പോലും നിങ്ങൾ പറയാം അപ്പോൾ ജയിക്കപ്പച്ചന് മേലാൽ അച്ഛൻ കൊണ്ട് വിളിച്ചേക്കരുത് എന്ന് പറയുക. അതുകൊണ്ട് നിങ്ങളെ ഉറക്കാതെ പെട്ടെന്ന് ഞാൻ വചനം പറഞ്ഞു നിർത്താം. പക്ഷെ ഞാൻ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. കൊച്ചമ്മ ഇവിടെ എമ്മണ്ട് കഴിഞ്ഞ അച്ഛനെ ആദ്യമായിട്ട് എന്നെ എമ്മണ്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു അഭിനന്ദനം ആരെങ്കിലും പറയുന്നു. അച്ഛാ നന്ദി. അപ്പൊ കൊച്ചമ്മ ഇവിടെ എമ്മണ്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടികളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അധ്യാപനത്തിന്റെ ഒരു രീതി ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അതിന്റെ അർത്ഥം സെന്റ് തോമസിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ വിനോദന്റെ ഗ്ലാമറൊക്കെയുള്ള ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ സെന്റ് തോമസിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ പള്ളിക്കാരൊന്നും അറിയാത്തവരാണെന്ന് എനിക്ക് ധാരണയൊന്നുമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഉറക്കം വരാതിരിക്കാൻ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. തെറ്റിദ്ധരിക്കരുത്. അപ്പോ 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. 2, ജാഗരൂകരാകേണ്ട ശിഷ്യന്മാർ എന്നുള്ളതാണ് ഇന്ന് സഭ ചിന്തിക്കുന്നത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമോ? ഉറപ്പുള്ളവർക്കൊന്ന് കൈവെക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇവിടെ ഇരിക്കുന്ന 100% ആളുകൾ ഞാനങ്ങനെ ചോദിച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട. മർത്തോമ സഭയിലെ അച്ഛന്മാര് പോലും ചിലര് കർത്താവ് രണ്ടാമത് വരത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലരുടെ പഠിപ്പിക്കും. അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നതിനെ പറഞ്ഞിട്ടുള്ള വലിയ പ്രഗത്ഭന്മാർ അച്ഛന്മാരുണ്ട്. എന്നാൽ ഇവിടെ 100% ആളുകൾ കൈപൊക്കി. ആ 1-2 കുഞ്ഞു മക്കൾ ഒഴിച്ച് ബാക്കിയല്ലേ കർത്താവ് രണ്ടാമത് വരും. കൈ വരും. ഇനി രണ്ടാമത്തെ എന്റെ ചോദ്യം, എപ്പോഴാണ് കർത്താവ് വരുന്നത്? എപ്പോഴാണ്? കേട്ടില്ല. സമയം അറിയത്തില്ല. അത് അറിയാമെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലെ. ഇന്ന് ജൂൺ 30, ജൂൺ 29 വരെ സകല പറമ്പും പരിപാടികളും എല്ലാം നടത്തിയിട്ട് ഇന്നലെ രാത്രിയാണ് അല്ലെ ജാഗരൂകരായിട്ട് ഉണർന്നിരുന്നാൽ മതി. നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി അടിയനിതാ സമർപ്പിക്കും. ഇന്നലെ രാത്രി സമർപ്പിച്ചിട്ട് കുർബാനയും കൊണ്ട് അങ്ങ് പോകാമായിരുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ. ആർക്കറിയാം? ഇനി അടുത്ത ചോദ്യം, ഒരാൾക്കറിയാം. ആർക്കറിയാം? യേശുക്രിസ്തുവിന് അറിയത്തില്ല. ആർക്കറിയാം? അതെ, പുത്രൻ പോലും സമയം അറിഞ്ഞില്ല. ടിക്കറ്റ് മിസ്സായി ഒക്കെ കൊടുത്തേച്ച് പറയും ടിക്കറ്റ് റെഡിയാണ്, വിസ റെഡിയാണ്. പിതാവ് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? എപ്പോഴാണ് പുത്രന്റെ വരവെന്ന്. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് അപ്പോസ്തല പ്രവൃത്തി വായിച്ചതിനകത്ത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിതാവ് മാത്രമാണ് അറിയുന്നത് എപ്പോഴാണ് പുത്രന്റെ വരവെന്ന്. പുത്രന് പോലും അത് അറിഞ്ഞുകൂടാ. ലോകത്തിലുള്ള സകല ജാതികളും ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളെ ചേർക്കും എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചു, വിശ്വസിക്കുന്നത് നിങ്ങൾ പറഞ്ഞു, എല്ലാവരും കൈപൊക്കി. 2 നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല. ആർക്കറിയാം? പിതാവായ ദൈവത്തിനറിയാം. 3-ാമത്തെ ചോദ്യം, നാം അതിന് ഒരുങ്ങിയിട്ടുണ്ടോ? അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യം. ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം അല്ലേ. ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഏത് നിമിഷം എന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ കർത്താവ് രണ്ടാമത് വരുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് ആദ്യം അയച്ചതുപോലെ തന്നെ വീണ്ടും ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയക്കും, നമ്മളെ ചേർക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നമ്മളെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ശിഷ്യരാണ്, ആധുനിക ശിഷ്യന്മാരാണ് നാം ഓരോരുത്തരും. ഈ ഇന്നലെ പരിശുദ്ധ സഭയുടെ സ്ലീഹാ നോമ്പിന്റെ അവസാന ദിവസമായിരുന്നു. വിശുദ്ധ പത്രോസ് സ്ലീഹായുടെയും വിശുദ്ധ പൗലോസ് സ്ലീഹായുടെയും ഓർമ്മയോടുകൂടി പരിശുദ്ധ സഭ സ്ലീഹാ നോമ്പ് ഇന്നലെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരായിരിക്കുന്ന ഞാനും നിങ്ങളും ജാഗരൂകരായിരിക്കണം. ശിഷ്യരെന്ന് പറയുന്നവർ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് തന്റെ സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തു. എന്തിനുവേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു? തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനും വചനം പ്രസംഗിക്കുന്നതിനും വലിയ ശുശ്രൂഷ കൊടുക്കുക. അതുകൊണ്ട് നമ്മളെയും ശിഷ്യന്മാരായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരായിരിക്കുന്ന നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം? കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ജാഗരൂകരായിട്ടിരിക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. 42-ാം വാക്യത്തിൽ മോൻ വളരെ ഭംഗിയായിട്ട് അത് വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് വായിക്കുന്നില്ല. കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് അറിയാതെ കൊണ്ട് ഉണർന്നിരിപ്പിൻ.
അത് ആര് വരുന്നത് പോലെ കർത്താവ് വരുമെന്നാണ് പറഞ്ഞത്. കള്ളൻ വരുന്നത് പോലെ കർത്താവ് വരുന്നത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുക. അതിന്റെ അർത്ഥം എന്താ? കർത്താവ് രാത്രി വരുന്നതുകൊണ്ട് ഇനി ഇന്ന് തൊട്ട് രാത്രിയിൽ ആരും ഉറങ്ങണ്ട. അതാണ് അതിന്റെ അർത്ഥം. ഉണർന്നിരിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഉറങ്ങാതിരിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ജാഗരൂകരായിട്ട് ഇരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇരുട്ടിന്റെ അനുഭവങ്ങളെ പ്രതിരോധിക്കേണ്ടവരാണ് ശിഷ്യർ എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇരുട്ടിന്റെ അനുഭവങ്ങളെ പ്രതിരോധിക്കേണ്ട. കള്ളൻ എപ്പോഴാണ് വരുന്നത് അല്ലെ? ഇപ്പോഴത്തെ കള്ളന്മാർ പകലൊക്കെ വരും അല്ലെ, വീട് കൂട്ടിയിട്ട് പോകുമ്പോ പകലും വരും. എന്നാൽ പ്രധാനമായും നല്ല കള്ളന്മാരൊക്കെ വരുന്ന സമയം എപ്പോഴാണ്? ഇനി സമയം പറഞ്ഞുകൊണ്ടായാലും കള്ളൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കി വിളിച്ചേക്ക്. നല്ല കള്ളന്മാർ വരുന്നത് രാത്രിയില് 2 മണിക്കും 4 മണിക്കും ഒക്കെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യർ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്താണെന്ന് പറയും. അതുകൊണ്ട് കള്ളൻ വരുന്നത് പോലെ കർത്താവ് വരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇരുട്ടിന്റെ അനുഭവങ്ങൾ ഉള്ളപ്പോൾ ഞാനും നിങ്ങളും എങ്ങനെ ഇരിക്കണമെന്നാണ്, ഇരുട്ടിനെ പ്രതിരോധിക്കുന്നവരായിരിക്കണം എന്നുള്ളത്. മലയാളത്തിന്റെ പ്രിയങ്കരനായ കവിയായ ONV കുറുപ്പ് പാവം കുയിൽ എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത ഇങ്ങനെയാണ്: പുഴുക്കുത്തേൽക്കാത്തൊരു പൂ പോലും ഇല്ലാ കാലം, ഉറക്കുത്തേൽക്കാത്തൊരു ധാന്യവുമില്ല കാലം, കാലത്തെ അറിയാത്ത കുയിലേതി എന്തിനെന്നാളും ഇങ്ങനെ നീട്ടിക്കുറുക്കി പാടുന്നു, മറ്റൊരു വിധം പാടാൻ അറിയില്ലെന്നുത്തരം പറയുമ്പോൾ കുയിൽ പാടുന്നു വീണ്ടും. കവിയുടെ മുമ്പിൽ ഒരു നല്ല മാവിന്റെ തുമ്പത്ത് വന്നിരുന്ന കുയിൽ ഇങ്ങനെ പാടുകയാണ് മനോഹരമായി. അപ്പോൾ കവി ചോദിക്കുകയാണ്, ഈ കാലത്തെ എല്ലാ പൂവുകളും കേടുപറ്റിയ ഒരു കാലമാണ്, എല്ലാ ധാന്യങ്ങൾക്കും കേടുപറ്റിയ ഒരു കാലത്ത് കുയിലെ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഈ കെട്ട കാലത്ത് മനോഹരമായി പാടാൻ കഴിയും? അപ്പൊ കുയില് പറയുകയാണ്, എനിക്ക് മറ്റൊരു വിധം പാടാൻ അറിയില്ല, എനിക്ക് അങ്ങനെ ആവില്ല, എനിക്ക് ഇങ്ങനെ പാടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഇരുട്ടിന്റെ ശക്തികൾ പ്രബലമായിരിക്കുന്ന ഈ കെട്ടകാലത്ത് പ്രിയമുള്ളവരെ, നമുക്ക് എങ്ങനെയാണ് സർഗാത്മകതയുടെ ഉണർവിന്റെ ഉണർത്തുപാട്ടുകൾ നമുക്ക് പാടാൻ സാധിക്കുന്നത്? അങ്ങനെ പാടാൻ സാധിക്കണം. ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ ചുറ്റും പ്രബലമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാം അല്ലെ, മാതൃകയാക്കാൻ ആരുമില്ല. പണ്ടൊക്കെ ആരെയും ഒക്കെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നു, ഇന്നാരെ പോലെ ആകണം, ഇന്നാരുമില്ല. അതുകൊണ്ട് മൂല്യച്യുതി എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഴുവഴുപ്പിലായിരിക്കുന്നു. ചതിക്കുഴികൾ നമ്മുടെ എല്ലാം മുമ്പിൽ ഇങ്ങനെ വിരിക്കപ്പെട്ടിരിക്കുകയാണ്. ചില വലകളൊക്കെ നമ്മുടെ മുമ്പിൽ വിരിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് ഇരുട്ട് നമ്മുടെ ചുറ്റും കനത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കനത്തുകൊണ്ട് ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാനും നിങ്ങളും പ്രതിരോധിക്കേണ്ടവരാണ്. ശിഷ്യന്മാരായിരിക്കുന്ന ഞാനും നിങ്ങൾക്കും അതിനെ പ്രതിരോധിക്കാനായി ജാഗരൂകരായിട്ടിരിക്കണം. കള്ളൻ വരുന്നത് ഏത് സമയം അറിയത്തില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ജാഗരൂകരായിരിക്കണം? കഥക് നന്നായിട്ട് അടയ്ക്കണം അല്ലെ, എല്ലാം ഭംഗിയായി സൂക്ഷിക്കണം, വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ഇരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കള്ളൻ എപ്പോൾ വരുമെന്ന് നമുക്കറിയാത്തതുപോലെ കർത്താവ് വരും. ഈ ഇരുട്ടിന്റെ ശക്തികൾ പ്രബലമായിരിക്കുന്ന ഈ കാലത്ത് ഏത് നിമിഷവും കർത്താവ് വന്നാലും അതിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളത്. ഇന്ന് 1-ാം പാഠം വായിച്ച മലാഖി പ്രവചനത്തിലെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം. ഞാൻ ഈ കഴിഞ്ഞ മെയ് മാസമൊക്കെ ഓർത്ത് മിക്കവാറും ഈ പറയുന്നതൊക്കെ തന്നെ വന്നു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ചൂടുകാലത്ത് നമ്മൾ ഓർത്ത് ചൂള പോലെ ഇനി എന്തോ കത്താനാ, കത്തി തുടങ്ങി. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം മലാഖി ദർശനത്തിൽ പ്രവചിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഒരു ദിവസം, കർത്താവിന്റെ ഒരു ദിവസം വരും. അതുകൊണ്ട് ശിഷ്യന്മാരായിരിക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ജാഗരൂകരായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിലും അസമത്വത്തിന്റെയും അനീതിയുടെയും ഒക്കെ ഇരുട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നീതിപീഠങ്ങളിലൊക്കെ നീതിപൂർവ്വം ഞാനും നിങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അനീതിയുടെ ന്യായാധിപന്മാർ ഭരണം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ഈ ഇരുട്ടിന്റെ ശക്തികളെ പ്രതിരോധിച്ച് ആധുനിക ശിഷ്യന്മാരായി നമുക്ക് ജാഗരൂകരായി ഇരിക്കാനായിട്ട് സാധിക്കണം. ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഇരിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളി ചാടും എന്നാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നീതി സൂര്യൻ ഉദിക്കുന്ന ഒരു കാലമുണ്ട്. ഈ ഇരുട്ടിന്റെ ശക്തികൾ നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെ, നമ്മുടെ വർത്തമാനകാല ഇന്ത്യയിൽ മണിപ്പൂരിന്റെ ഇന്നും അവിടെ ഉയർന്ന തീ അണഞ്ഞിട്ടില്ല. ഇന്നും അവിടെ തീ അണഞ്ഞിട്ടില്ല.
ഏകദേശം 400-ലധികമാണ് പള്ളികൾ ചുറ്റി ചാമ്പലായി പോയത്. ആരാധനാ കേന്ദ്രങ്ങൾ ചാമ്പലായി നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ ചുറ്റും ഇന്നും പ്രബലമായിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ജാഗരൂകരായിട്ടിരിക്കണം. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. മലാക്കി 3:16 പറയുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പുസ്തകമുണ്ട്. എന്താ പുസ്തകം? സ്മരണ പുസ്തകം ഉണ്ടെന്നാ പറഞ്ഞത്. ആ സ്മരണ പുസ്തകത്തിൽ എന്റെ നിങ്ങളുടെയും ഒക്കെ പേരെഴുതാൻ, അല്ലെങ്കിൽ ആ സ്മരണ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെടുവാൻ ഭാഗ്യം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഇരുട്ടിന്റെ ശക്തികളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നിലയ്ക്കാത്ത നാഴികയാണ് എന്നുള്ളത് തിരിച്ചറിവോടുകൂടി നമുക്ക് ഒരുങ്ങിയിരിക്കാനായിട്ട് സാധിക്കണം. 24-ാം അധ്യായം കഴിഞ്ഞ് 25-ലും വരുമ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി തന്നെയാണ് മത്തായി സൂചിപ്പിക്കുന്നത്. അവിടെ 2 ഉപമകളുണ്ട്. നമുക്ക് വളരെ സുപരിചിതം. പുസ്തകം നോക്കാതെ പറയും. മത്തായി 25 ആരുടെ ഉപമ ആദ്യം പറയുന്നത്? 10 കന്യകമാരുടെ ഉപമ. ആ ഉപമയിലൂടെ തന്നെ പറയുന്ന 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. ബുദ്ധിയുള്ളവർ എന്തോ എടുത്തു? വിളക്കും എണ്ണയും എടുത്തു. ബുദ്ധിയില്ലാത്തവർ എണ്ണ എടുത്തില്ല. മണവാളൻ വരുമ്പോൾ ബുദ്ധിയുള്ളവർ ആ എണ്ണ രാത്രിയിൽ പകരും. അവിടെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കൂടെ എണ്ണ തരണം. എന്നാൽ അവർക്ക് പ്രവേശിക്കാനായി സാധിക്കുന്നില്ല. ആ കഥയിലൂടെ പറയുന്നത്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. കർത്താവിന്റെ വരവ് എപ്പോഴാണ്? ഇവിടെ കള്ളനാണ് എന്ന് പറഞ്ഞാൽ അടുത്ത അധ്യായത്തിൽ പറയുന്നത് മണവാളൻ സൂചിപ്പിക്കുന്നത്. കള്ളൻ വരുന്നത് രാത്രിയിലാണെങ്കിൽ അതുപോലെ ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് മണവാളനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കന്യകമാരെ പോലെ ഒരുങ്ങിയിരിക്കാനായിട്ട് സാധിക്കണം. അതിനുശേഷം മറ്റൊരു ഉപമയോട് പറയുന്നുണ്ട് 25-ാം അധ്യായത്തിൽ, താലന്തുകളുടെ ഉപമ അല്ലേ? 5 ലഭിച്ചവൻ 5 കൂടെ നേടി, 2 ലഭിച്ചവൻ 2 കൂടെ നേടി, 1 കിട്ടിയവൻ എന്തോ ചെയ്തു? മണ്ണിൽ കുഴിച്ചിട്ടു. എന്നിട്ട് അവസാനം നല്ലവനും വിശ്വസ്തനും. ആ ഉപമ പറഞ്ഞതിന് ശേഷം നമ്മുടെ പാടാനും പ്രസംഗിക്കാനുള്ള കഴിവിനെ പറ്റി മാത്രമല്ല കർത്താവ് പറയാൻ വേണ്ടിയല്ല ഈ ഉപമ പറയുന്നത്. മറിച്ച് എന്താണ് ആ ഉപമ എന്ന് പറയുന്നത്? കർത്താവിന്റെ വരവിന് വേണ്ടി ന്യായവിധി നാൾ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. ന്യായവിധിയുടെ നാളിൽ കണക്ക് ചോദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന വാക്ക് കേൾക്കാൻ ഈ പ്രസംഗിക്കുന്ന എനിക്കും എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും ഇടയാകരുത്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന വാക്ക് കേൾക്കാൻ നമുക്ക് ഇടയാകരുത്. മറിച്ച് കർത്താവ് എന്നെ അറിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസനെ പറ്റി പറയുന്നുണ്ട്. അവൻ എങ്ങനെയായിരിക്കണം? ആ ശിഷ്യൻ ജാഗരൂകരായിട്ടിരിക്കണം. അതോടൊപ്പം തന്നെ ജീവന്റെ ആഘോഷം സാധ്യമായി തരേണ്ട ശിഷ്യന്മാരെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നോട് ചേർന്ന് കർത്താവ് അടുത്തൊരു ഉപമയോട് പറയുകയാണ്. ഇവിടെ ബുദ്ധിമാനും വിശ്വസ്തനുമായ ഒരു ദാസനെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഈ വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവന്റെ ആഘോഷം സാധ്യമാക്കി തീരേണ്ട ശിഷ്യന്മാരാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു ആളുകളെ പരിപാലിക്കാൻ. എന്നാൽ ഇവിടെ കാണുകയാണ്, യജമാനൻ വരാൻ താമസിച്ചപ്പോൾ ആ ദാസൻ എന്തോ ചെയ്തു? തിന്നാനും തീനിയും കുടിയനുമായിട്ടും അലക്ഷ്യബോധത്തോടുകൂടി പെരുമാറി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ നന്നായി ചെയ്തായിരുന്നെങ്കിൽ യജമാനൻ തനിക്കുള്ള സകലത്തിന്മേലും അവനെ യജമാനൻ ആക്കിയേനെ. അവൻ ഉദാസീനം. അതുകൊണ്ട് ജീവന്റെ ആഘോഷം സാധ്യമാക്കി തീർക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ശിഷ്യന്മാരായിരിക്കും നമുക്ക് ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് എങ്ങനെ ജീവന്റെ ആഘോഷം സാധ്യമാകും? നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം ജീവന്റെ വിലയെ തിരിച്ചറിയുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഈ സുന്ദരമായ ജീവന്റെ വിലയെ തിരിച്ചറിയുവാനായി സാധിക്കണം. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മറ്റുള്ളവർക്ക് ആവോളം നന്മ ചെയ്തുകൊണ്ട് മാത്രമേ. അവിടെ കർത്താവ് പറയുന്നുണ്ട്, എന്റെ ഈ ചെറിയ സഹോദരൻ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവൻ, നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവൻ ഒരു കർത്താവിന്റെ മുമ്പിൽ ഒരു ആഘോഷമായി തീരണം. ജീവന്റെ വിലയെ തിരിച്ചറിയണം. ഞാനും നിങ്ങളും ഒക്കെ നമ്മൾ ഈ ജീവന്റെ വിലയെ തിരിച്ചറിയുന്നില്ല. ഞാൻ സോഹാറിലാണ് ഇതിനു മുമ്പ് ഒമാനിൽ ശുശ്രൂഷ ചെയ്തപ്പോ വെല്ലൂർ ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഈ നമ്മുടെ ഈ പുയപ്പള്ളി അപ്പുറത്ത് മുഖത്തലെ അടുത്തുള്ള ഒരു രാഹുൽ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ചെറുപ്പക്കാരനെ വെല്ലൂർ ഗൈഡൻസ് എന്നുള്ള ഡയറക്ടറായിരുന്ന ആശിഷ് അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി. എന്നെ വിളിച്ച് നമ്പർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ പയ്യനെ അച്ഛനൊന്ന് വിളിക്കണം. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ക്യാൻസർ പോയതിന് വളരെ ഗുരുതരമായ ഒരു രോഗമാണ്. അവന്റെ സെല്ലുകളെല്ലാം മാറ്റി വെക്കണം. അങ്ങനെ 25 ലക്ഷം രൂപ മുടക്കി ഒരു സെല്ല് ഒരാളുടെ ലഭിച്ചു. അങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. എന്നാൽ അത് കംപ്ലൈന്റ് ആയി, അത് ബോഡി സ്വീകരിച്ചില്ല.
രണ്ടാമത് വീണ്ടും തുക സമ്പാദിച്ച് അമ്മയുടെ ശരീരത്തിൽ നിന്ന് കോശം സ്വീകരിച്ച് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, അത് പെട്ടെന്ന് ഞാൻ ഓർമ്മ വന്നു ഇപ്പോൾ. അച്ഛാ, 26 വയസ്സേ ഉള്ളൂ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് വളരെ സമർത്ഥനായ വിദ്യാർത്ഥി. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ എനിക്ക് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അച്ഛാ, വെല്ലൂര് കിടന്നുകൊണ്ട് അവൻ പറയാൻ, അവൻ മരിക്കാനായിട്ട് തയ്യാറായി മുറിയിൽ അവന്റെ ഫേസ്ബുക്കിൽ എഴുതി, മരണവും ഞാനും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞുവെന്ന് എഴുതി, ആരെയും കാണാതെ അവന്റെ മുറിയിൽ അവൻ ഇരിക്കുമ്പോഴാണ് അച്ഛൻ എന്നെ കണക്ട് ചെയ്ത് തരുന്നത്. ഞാൻ അവനോട് പുറലോകത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് അവനോട് സൗഹൃദവും ചങ്ങാത്തവും ഒക്കെ കൂടി കഴിഞ്ഞപ്പോൾ അവന് ചില സ്വപ്നങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അവൻ എന്നോട് വീണ്ടും പറയുകയാണ്, അച്ഛാ എനിക്ക് ജീവിക്കണം, അച്ഛാ എനിക്ക് അധികം നാളൊന്നും ജീവിക്കേണ്ട അച്ഛാ, ഒരു 10 വർഷം കൂടി എനിക്കൊന്ന് ഈ ലോകത്തിലൊന്ന്, ഞാൻ കൊച്ചു പയ്യനല്ലേ, എനിക്കൊരു 10 വർഷം. ജീവന്റെ വില എത്രയധികം പ്രാധാന്യമുള്ളതാണെന്ന് പ്രിയമുള്ളവരെ, ഹൈന്ദവ സഹോദരനാണ്. അങ്ങനെ ഒരു ദിവസം ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ നടത്താൻ അവനൊരു കഥയോടെ പറഞ്ഞാൽ അവസാനിക്കും. 8 ലക്ഷം രൂപ അവൻ ആവശ്യമുണ്ട്. ഞാൻ അവനോട് പറയണ ദൈവം തരും അച്ഛാ, 8 ലക്ഷം രൂപയുടെ ആവശ്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കണം. വ്യാഴാഴ്ച രാത്രിയിലാണ് സോഹാർ പള്ളിയിൽ നിന്ന് വിശുദ്ധകൾ പറഞ്ഞത്. ഞാൻ പോയപ്പോൾ അവനോട് പറഞ്ഞു, നീ വിശ്വസിക്കണം, ദൈവം നിനക്ക് തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അന്ന് പോയി കുർബാന കഴിഞ്ഞ് രാത്രി 11 മണി ഞാൻ മൊബൈൽ നോക്കിയില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു വെള്ളിയാഴ്ച 10 മണി ആയപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഈ അക്രൈസ്തവനായിരിക്കുന്ന രാഹുൽ എനിക്കൊരു മെസ്സേജ് ആയിരിക്കുന്നു, അച്ഛാ നമ്മുടെ ദൈവം വലിയവൻ, അവൻ ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ജീവനുള്ള ദൈവമാണ്. ഇന്നലെ ദൈവം എന്റെ മുറിയിൽ വന്നു 8 ലക്ഷം രൂപ തന്നിട്ട് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് എന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവനെ വിളിച്ചപ്പോൾ പറഞ്ഞ, ഇന്നലെ എന്റെ മുറിയിൽ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, എന്റെ ഓപ്പറേഷൻ ആവശ്യമായ 8 ലക്ഷം രൂപയുടെ ഞാൻ തരാമെന്ന് പറഞ്ഞ് ചെക്ക് എടുത്ത് 8 ലക്ഷം. അവൻ പറഞ്ഞ 8,000 ആണോ അതോ 80,000 ആണോ 8 എഴുതുന്നത് ഞാൻ കണ്ടച്ച 8 ലക്ഷം രൂപ. അവരെനി എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ആരോട് പറഞ്ഞിട്ടില്ല. അവന്റെ അപ്പനും എനിക്ക് 2-3 പേർക്ക് അറിയത്തുള്ളൂ. വലിയൊരു തന്നെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, വലിയ ധനാഠ്യമൊന്നും അല്ല. അവര് പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിച്ചു, നിനക്ക് ഈ പൈസ തന്നെ കൃത്യമായി 8 ലക്ഷം രൂപ. അവൻ എന്നോട് പറഞ്ഞു, നമ്മുടെ ദൈവം ജീവിക്കുന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് അതിനുശേഷം എന്നോട് പറഞ്ഞു, എനിക്ക് ഇതെല്ലാം ഫോണിൽ കൂടാ, ഞാൻ കണ്ടിട്ടില്ല, ഫോണിൽ കൂടാ പറഞ്ഞു. എന്നോട് പറഞ്ഞു, എനിക്കൊരു ബൈബിള് തരാൻ പറ്റുമോ? അങ്ങനെ ഞാൻ വെല്ലൂരിൽ വിളിച്ചു പറഞ്ഞൊരു ബൈബിൾ അവൻ ദിവസവും വായിക്കാൻ തുടങ്ങി. അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാസത്തിന് അസുഖം വളരെ ഗൗരവമാണ്, വളരെ സീരിയസ് ആണ്. എന്നാൽ ഒരു ദിവസം ഞാൻ അവനോട് പറഞ്ഞു, നീ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു. അവനത് സ്വീകരിച്ചു. അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, അവന്റെ അപ്പനും അമ്മയും ഒന്നും ഇപ്പോഴും അവരാരും ഒരു ക്രിസ്തു മതവിശ്വാസികളൊന്നും ആയില്ല. എന്നാൽ അവൻ പറഞ്ഞ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അവൻ എന്നോട് പറഞ്ഞ ആ പോയിന്റാണ്, എനിക്കൊരു 10 വർഷം അച്ഛാ ജീവിച്ചാൽ മതി, എനിക്ക് ഒന്നുകൂടെ ഈ ലോകത്തിന്റെ ഈ സൗന്ദര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് എനിക്കൊന്ന് ജീവിക്കണം. പ്രിയമുള്ളവരെ, ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം ഇവന്റെ രോഗം അതികഠിനമായി വളരെ മൂർച്ഛിച്ചു. ഇവനിക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഈ 8 ലക്ഷം രൂപ തന്ന ഈ അദ്ദേഹം ഈ മുറിയിൽ കയറി ഇവൻ അടുത്ത് ചെന്നപ്പോ ചോദിച്ചു, തലവെട്ടി ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഞാൻ രക്ഷപ്പെടുന്നു, സാറേ ഞാൻ രക്ഷപ്പെടുന്നു. അപ്പോൾ ഈ സ്നേഹിതൻ പറഞ്ഞു, നീ ആരിലാണ് വിശ്വസിക്കുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, യേശുവിലാണ്. എടുത്തു ചോദിച്ചു, പോളച്ചൻ പറഞ്ഞത് കൊണ്ടാണോ അതോ ഞാൻ നിന്നോട് ഇപ്പൊ ചോദിച്ചത് കൊണ്ടാണോ? അല്ല സാറേ, ഞാൻ യേശുവിലാണ് വിശ്വാസം. അദ്ദേഹം പറഞ്ഞു, യു ആർ ഓൾറെഡി സേവ്ഡ്, നീ രക്ഷപ്പെട്ട് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അന്ന് രാത്രിയിൽ അവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എനിക്ക് വളരെയേറെ സങ്കടമായിരുന്നു. കാരണം കർത്താവ് എന്തിനാണ് ഇവനെ പരിചയപ്പെടുത്തി തന്നത്? ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കാൻ ആഗ്രഹിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വേദപുസ്തകം അവന്റെ കയ്യിലെടുത്ത് വായിക്കാൻ തുടങ്ങി. അവൻ കർത്തസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടല്ലോ. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നിങ്ങൾ എന്തോ പണിയാണ് കാണിച്ചത്? എനിക്കത് സഹിക്കാൻ പറ്റിയില്ല, അത്രയധികം സൗഹൃദമായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾ എന്തിനാണ് വെറുതെ എന്നെ ഇതിനെ പരിചയപ്പെടുത്തിയത്? അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ എന്തിനാ വിഷമിക്കുന്നേ? അവൻ ഈ ലോകത്തിൽ നിന്ന് പോകണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതികളായിരിക്കാം. അതിനു മുമ്പ് അവൻ വേദപുസ്തകം കയ്യിലെടുക്കണമെന്നും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നും ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിന് ദൈവം അച്ഛനെ അതിന് മുഖാന്തരമാക്കിയത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവനെ കണ്ടിട്ടില്ല. ഞാൻ അവനെ ശവസംസ്കാരം അവിടെ ഓൺലൈൻ മാത്രമാണ് കണ്ടത്. എന്റെ ഒരു സ്നേഹിതൻ അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി അവന്റെ ശവസംസ്കാരത്തിൽ പോകണം. പക്ഷെ പ്രിയമുള്ളവരെ, അവൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവ് ജീവിക്കും. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അവൻ ജീവനുള്ള ദൈവമാണ് എന്ന് പറയുന്നു. അവൻ എന്നോട് പറഞ്ഞതാണ് ജീവിതം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ആഘോഷമാക്കി മാറ്റേണ്ടവരാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവന്റെ വിലയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ടല്ലോ, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആര് കഴിയും?
നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും? നമ്മൾ ഈ ലോകത്തിൽ അവശേഷിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ കടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ പറയാൻ സാധിക്കണം, അവനൊരു നല്ല മനുഷ്യനായിരുന്നു, അവളൊരു നല്ല മനുഷ്യയായിരുന്നു, മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് പറയാൻ സാധിക്കണം. അതുകൊണ്ട് ജീവന്റെ ആഘോഷത്തെ തിരിച്ചറിയി ജാഗരൂകരായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ദാനമായി തന്ന ഈ ജീവിതത്തിന്റെ വിലയെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്നവർ അതിനെ സാധ്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ നിത്യതയുടെ സന്തോഷം പങ്കിടേണ്ടവരാണ് ഞാൻ. ഈ ജീവന്റെ ആഘോഷം പങ്കിടുന്നവരൊപ്പം നിത്യതയുടെ സന്തോഷം, നമുക്കൊക്കെ ഒരു നിത്യതയുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസാനമുണ്ട്, അല്ലെ? അതാണ് നമ്മുടെയൊക്കെ ഒരു വലിയ പ്രതീക്ഷ. സ്ലീഹഭാഗം വായിച്ചപ്പോൾ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളം 1 Thessalonians 4 സ്ലീഹ വായിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ കർത്താവിനോട് കൂടെ നാം ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഈ നിത്യതയുടെ സന്തോഷം നമ്മൾ പങ്കിടേണ്ടവരാണ് എന്നതാണ്. അവിടെ കരച്ചിലും പല്ലുകടിയുമല്ല. വിശ്വസ്തമായ ഞാനും നിങ്ങളും ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ, ജീവിതം നയിച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്? അവിടെ കരച്ചിലും പല്ലുകടിയും. എന്നാൽ ഈ ജീവന്റെ ആഘോഷം സാധ്യമാക്കി നിത്യതയുടെ സന്തോഷം ഞാനും നിങ്ങളും പങ്കിടുമ്പോൾ, യജമാനന് വരുവാൻ താമസിക്കുമ്പോൾ ഇവിടെ ദാസൻ തിന്നുകുടിച്ച് അവന്റെ ദൗത്യം മറന്നുപോയെങ്കിൽ, പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതല്ല, അവന്റെ കൂടെ ഇരിക്കണം. അവന്റെ കൂടെ ഇരിക്കുന്ന ആ നിത്യതയുടെ സന്തോഷം പങ്കിടേണ്ടവരാണ് നാം. അതുകൊണ്ട് രണ്ടാം വരവ്, ഈ മഹത്വ പ്രതിഷ്ഠ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവന്റെ ആഘോഷം പങ്കിടേണ്ടവരാണ്. അതോടൊപ്പം തന്നെ നിത്യതയുടെ സന്തോഷം പങ്കിടേണ്ടവരാണ്. യുഗായുഗം അവനോടൊപ്പം യുഗായുഗം 10,000 ദൂതഗണങ്ങളോട് കയ്യിൽ ഗുരുത്തോലകളേന്തി ഒരുവനോട് ഒരുവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വലിയ ദൂതഗണങ്ങൾ, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ. അങ്ങനെ 24 മണിക്കൂറും പറഞ്ഞ് നിത്യതയുടെ സന്തോഷത്തിൽ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. എന്റെ ഇടവാങ്ങളെ, എന്റെ വീട്ടുകാരെ, എന്നെ അവിടുന്ന് സഹായിക്കണം. അങ്ങയുടെ നിത്യതയുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ, നിന്റെ മഹത്വ പ്രതിഷ്ഠതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ, ജാഗരൂകരായിരിക്കാൻ, നല്ല ശിഷ്യന്മാരായ ശിഷ്യകളായിരിക്കാൻ കർത്താവേ, ഈ സന്തോഷം മറ്റുള്ളവരെ, ഞങ്ങളുടെ അയൽക്കാരനെ കാണാൻ, ഈ ചെറിയ സഹോദരൻ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും ചെയ്തോ എന്നുള്ള ചോദ്യമില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയാൻ ഒരു കാലത്തും ഇടവരരുത് പ്രിയമുള്ളവർ. ഒറ്റ കണ്ടീഷൻ, എന്റെ ഈ ചെറിയ നമ്മുടെ അടുത്ത് വരുന്നവർ, നമ്മുടെ ചുറ്റുപാടുള്ളവർ, നമ്മൾ ചോദിക്കും, എപ്പോഴാണ് ഞങ്ങൾ നിന്നെ രോഗിയായി കണ്ടത്? എപ്പോഴാണ് നിന്നെ നഗ്നനായി കണ്ടത്? എപ്പോഴാണ് നിന്നെ വിശന്ന് കണ്ടത്? നിങ്ങൾ കണ്ടത് നിങ്ങളുടെ അടുത്ത് വന്ന ഓരോ ചെറിയ സഹോദരനിലും എന്നെ കാണുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യത അനുഗ്രഹപൂർണ്ണമായി തീരും. അവന്റെ മഹത്വ പ്രതിഷ്ഠതയ്ക്ക് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. രാജാവിരാജൻ മഹീമയോടെ വാനമേഘത്തിൽ